Hi students, today I am going to explain complement of a set and one important equation n of a union b is equal to n of a plus n of b minus n of a intersection b. Okay, first നമുക്ക് complement of a set എന്താന്ന് നോക്കാം. അപ്പോൾ let a be a subset of the universal set u. Then complement of the set A is defined as set of all elements in U but not in A. അപ്പോൾ കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സ് എവിടെ കാണും? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവും. എവിടെ ഉണ്ടാവില്ല? എയിൽ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് യു മൈനസ് എ. അപ്പോൾ എ കോംപ്ലിമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുക, എ ഡാഷ്. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് എവിടെ കാണും? യുവിലുണ്ടാവും, പക്ഷെ എവിടെ ഉണ്ടാവില്ല? എയിൽ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു വെൻ ഡയഗ്രം ഇവിടെ നോക്കുക. ഇതാ ഞാനൊരു എ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതാരുടെ സബ്സെറ്റാണ്? യുവിൻ്റെ. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് എവിടെയാണ് ഉണ്ടാവുക? യുവിലുണ്ടാവും, എവിടെ കാണില്ല? എയിൽ വരില്ല. അപ്പോൾ എക്ക് ഔട്ട്സൈഡിൽ വരുന്ന എലമെൻറ്റ്സ്, അതാണ് നമ്മുടെ എ കോംപ്ലിമെൻ്റ് വരിക. ഇപ്പോൾ ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ട് കാണാം, എക്ക് ഔട്ട്സൈഡിൽ ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മുടെ എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഈസ് നോട്ട് ഇൻ എ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ യു ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6, എ ഇസ് ഈക്വൽ ടു 2 3 5. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്താണെന്ന് നോക്കാം. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻറ്റ്സിനെ അങ്ങ് ഒഴിവാക്കുക, ബാക്കി യുവിലുള്ള എല്ലാ എലമെൻറ്റ്സും എഴുതുക, അത്രേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ 2 3 5 ഒഴിവാക്കണം. 2 3 5 ഒഴിവാക്കി കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റിൽ ഏതൊക്കെ വരും? 1 4 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ് ആൻഡ് എ ഇസ് ഈക്വൽ ടു ബി സി ഡി. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൽ ഏതുണ്ടാവില്ല? ബിയും സിയും ഡിയും. അപ്പോൾ ബിയും സിയും ഡിയും ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുക സെറ്റ് എ ഇ എഫ്. അതിൻ്റെ വെൻ ഡയഗ്രം ഞാൻ ഇവിടെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെയും ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കുക, എയിൽ വരുന്ന എലമെൻറ്റ്സ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തു. എയിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബി സി ഡി. ബി സി ഡി ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി യുവിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എ ബി സി ഡി ഇ എഫ് ആണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാത്ത ബാക്കി വരുന്ന എലമെൻറ്റ്സ് ഞാൻ എക്ക് ഔട്ട്സൈഡിൽ ബട്ട് യുക്ക് ഇൻസൈഡായിട്ട് മാർക്ക് ചെയ്യാം. അത് ഏതൊക്കെയാണ് എലമെൻറ്റ്? എ ബി നമ്മൾ മാർക്ക് ചെയ്തു, സി മാർക്ക് ചെയ്തു, ഡി മാർക്ക് ചെയ്തു, പിന്നെ വരുന്ന ഇ എഫ്. അപ്പോൾ നോക്കൂ, എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്ക് ഔട്ട്സൈഡിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. ഏതൊക്കെയാണത്? നമ്മുടെ എ എഫ് ഇ. ഇതുപോലെ ഇങ്ങനെ വെൻ ഡയഗ്രാം എക്സാമിന് വരക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ വെൻ ഡയഗ്രാം വരച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് വെരിഫൈ ദ ഫോളോയിങ് റിസൾട്ട്സ്. ഫസ്റ്റ് വൺ, എ കോംപ്ലിമെൻ്റ് ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എ. അത് എ ഡാഷ് ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ, വേർ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5, യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് 1 3 5 ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൽ ഏത് എലമെൻ്റ് ഉണ്ടാവില്ല? 1ഉം 3ഉം 5ഉം വരില്ല. ബാക്കി എലമെൻറ്റ്സ് എഴുതാം. 1 3 5 ഒഴിവാക്കി എവിടെ വരെ? 2 4 6. അതാണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എലമെൻറ്റ്സ് അവിടെ കാണില്ല. ഓക്കെ, ഇനി എ കോംപ്ലിമെൻ്റ് ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയുള്ള എലമെൻറ്റ്സ് ഉണ്ടാവില്ല? എ കോംപ്ലിമെൻറ്റിൽ വരുന്ന എലമെൻറ്റ്സ് ഒന്നും തന്നെ ഇവിടെ കാണില്ല. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2 4 6. അപ്പോൾ നമ്മുടെ യുയിൽ നിന്നും 2 4 6 ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടിയതാണ് സെറ്റ് 1 3 5. അതേതാണ്? എ തന്നെയാണ്. അപ്പോൾ എ ഡാഷ് ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ, ഓർ എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ. ഇനി നെക്സ്റ്റ് റിസൾട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, വേർ എ ഈസ് ഈക്വൽ ടു സെറ്റ് 3 4 5, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 4 ആൻഡ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. അപ്പം നമുക്ക് നോക്കാം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഇവിടെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഏത് കൊടുക്കണം? എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും വരുന്ന എല്ലാ എലമെൻറ്റ്സും വരും. ദാറ്റ് ഈസ് 2 3 4 5. ഓക്കെ,
ഇനി എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയുള്ള എലമെൻറ്റ്സ് ഉണ്ടാവില്ല? എ യൂണിയൻ ബിയിൽ വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ 2, 3, 4, 5 ഒഴിവാക്കണം നമ്മുടെ യുയിൽ നിന്ന്. 2, 3, 4, 5 ഒഴിവാക്കി ഇവിടെ വരെ 1, 6. 1, 6. ഓക്കെ, ഇനി അത് നമ്മൾ ലെഫ്റ്റ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡാണ് കാണേണ്ടത്. റൈറ്റ് സൈഡിൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ ഡാഷ് കാണുക, നെക്സ്റ്റ് ബി ഡാഷ് കാണുക, അതിനുശേഷം അതിൻ്റെ ഇൻ്റർസെക്ഷനിലേക്ക് വരിക. അപ്പോൾ എ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ എ ഡാഷ് നോക്കാം. അപ്പോൾ ആരുണ്ടാവില്ല? 3, 4, 5 യുവിലുള്ള 3, 4, 5 ഒഴിവാക്കുക. അപ്പോൾ 1, 2, 6. 1, 2, 6. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2, 3, 4 ഒഴിവാക്കുക. അപ്പോൾ വരിക 1, 5, 6. ഇനി നമുക്ക് വേണ്ടത് റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. അപ്പോൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്താ വരിക? എ ഡാഷിലും ബി ഡാഷിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് അതേതൊക്കെയാണ്? 1, 6. അപ്പോൾ നോക്കൂ, ഫ്രം 1 and 2 എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ വെൻ ഡയഗ്രാം വരച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ചെയ്താൽ മതി. വെൻ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്കും ബിക്കും കോമൺ എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. എക്കും ബിക്കും വരുന്ന കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3, 4. അപ്പോൾ അത് ആ ഇൻ്റർസെക്ഷനിൽ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എയിൽ വേറെ ഏത് എലമെൻ്റാണ് മാർക്ക് ചെയ്യാനുള്ളത്? 3, 4 കഴിഞ്ഞാൽ 5. അപ്പോൾ 5 ഇവിടെ മാർക്ക് ചെയ്തു. ബിയിൽ അതുപോലെ നമുക്ക് 2 മാർക്ക് ചെയ്തു. ഇനി യുവിൽ വരുന്ന എലമെൻറ്റ്സ് നോക്കാം നമുക്കിവിടെ. അപ്പോൾ 1ഉം 6ഉം ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിയിട്ടും നിങ്ങൾക്ക് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4, 5 ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് എ യൂണിയൻ ബി ഹോൾ ഡാഷിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ യൂണിയൻ ബിക്ക് ഔട്ട് സൈഡിൽ 1, 6 ആണ് വരിക. ഇവിടെ ആൻസർ 1, 6 കൊടുക്കുക. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്ക് ഔട്ട് സൈഡിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സും, അപ്പോൾ 1, 2, 6 വരും. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബിക്ക് ഔട്ട് സൈഡിൽ, അതായത് 1, 5, 6 വരും. അപ്പോൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ 1, 6. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പഠിച്ച സെയിം റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഡയഗ്രാം നോക്കുക. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ എയും ബിയും ഇവിടെ മാർക്ക് ചെയ്തു. നമുക്കറിയാം എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ യൂണിയൻ ബിയിലുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെ വരില്ല. അപ്പോൾ എ യൂണിയൻ ബിക്ക് ഔട്ട് സൈഡിലാണ് വരിക. അപ്പോൾ എന്ത് വരണം? എ യൂണിയൻ ബിക്ക് ഔട്ട് സൈഡിലുള്ള പോർഷനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതാണ് എ യൂണിയൻ ബി. അതിന് ഔട്ട് സൈഡിലുള്ള പോർഷൻ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ആ ഷെയ്ഡഡ് പോർഷനാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് അല്ലെങ്കിൽ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇനി നമുക്ക് വേണ്ടത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്ക് ഔട്ട് സൈഡിലുള്ള ഭാഗം, അത് ഞാൻ ഷെയ്ഡ് ചെയ്തു. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബിക്ക് ഔട്ട് സൈഡിൽ വരുന്ന പോർഷനാണ്. അപ്പോൾ ഇതാണ് എ കോംപ്ലിമെൻറ്റ് ബി. നമുക്ക് വേണ്ടത് ഇത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനാണ്. ഞാൻ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ കിട്ടാൻ മറ്റൊരു രീതിയിലും കൂടി ഇവിടെ മാർക്ക് ചെയ്തിട്ട് കാണാം. ഇവിടെ നോക്കുക, ഞാൻ ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും ആണ് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ റെഡ് ലൈൻസും ഒരു ബ്ലൂ ലൈൻസും ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ റെഡ് ലൈൻസിൻ്റെ പ്രത്യേകത, റെഡ് ലൈൻസ് എന്ന് പറയുന്നത് എക്ക് ഔട്ട് സൈഡിലുള്ളതാണ്. അതായത് എ ഡാഷ്, എ കോംപ്ലിമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ റെഡ് അല്ലെങ്കിൽ റോസ് കളർ ലൈൻസ് വരുന്നത്. ഓക്കെ, ഇനി ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് ഔട്ട് സൈഡിൽ വരുന്നത്, അതായത് ബ്ലൂ ലൈൻസ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? രണ്ട് ലൈൻസും വരുന്നത്, അതായത് റെഡ് ലൈൻസും അതേപോലെ ബ്ലൂ ലൈൻസും വരുന്നത്. അപ്പോൾ റെഡ് ലൈൻസും ബ്ലൂ ലൈൻസും വരുന്നത് എവിടെയാണ്? ഈ എക്കും ബിക്കും ഔട്ട് സൈഡ് ഈ റീജിയനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് സെയിം റീജിയനാണ്. അപ്പോൾ ഏത് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക്? വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇതും ചിലപ്പോഴൊക്കെ ചോദിക്കാം, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. വെൻ ഡയഗ്രാം വരക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. എ ബി യു ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിതെങ്ങനെ വെരിഫൈ ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഏത് കാണുക? എ ഇൻ്റർസെക്ഷൻ ബി,
അതായത് എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്. എയിൽ 1 2 3 ആണ്, ബിയിൽ 1 ഇല്ല, ദെൻ 2 ഉണ്ട്, 3 ഇല്ല അല്ല. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് 2 ആണ് വരുന്നത്. സോ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാവില്ല. ബാക്കി എല്ലാ എലമെൻറ്റ്സും യുയിലുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും വരും. അപ്പോൾ 1 3 4 5 6 7. ഓക്കെ, ഇനി നമുക്ക് എ കോംപ്ലിമെൻ്റ് നോക്കാം. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് എലമെൻറ്റ്സ് ഉണ്ടാവില്ല? 1 2 3 കാണില്ല, ബാക്കി 4 5 6 7. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 4 6 കാണില്ല, അപ്പോൾ ബാക്കി വരിക 1 3 5 7. ഇനി ഇതിൻ്റെ യൂണിയനാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിന് എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും വരുന്ന എല്ലാ എലമെൻറ്റ്സും വരും. അപ്പോൾ 1 3 4 5 6 7. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 2 എന്താണ്? സെയിം ആണ്. ഇതും അതേപോലെ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം വരച്ചിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. അതിൻ്റെ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഒഴിവാക്കിയാൽ കിട്ടുന്ന എല്ലാം വരും. ഓക്കെ, ഇത് ഈ റീജിയൻ ഒഴിച്ച് ബാക്കി എല്ലാം. അപ്പോൾ എന്തൊക്കെ വരും? 1 3 4 5 6 7. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. അത് കോംപ്ലിമെൻ്റ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. ഇനി നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു. നിങ്ങൾക്ക് ഈ ഡയഗ്രം നോക്കിയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ യു റെക്റ്റാങ്കിൾ, അതിനുള്ളിൽ ആരുണ്ട്? എ എന്ന് പറഞ്ഞ സബ്സെറ്റ് ഉണ്ട്. ഇതാണ് എ. ഈ ഷെയ്ഡഡ് റീജിയനാണ് നമ്മുടെ എ കോംപ്ലിമെൻ്റ്. അപ്പോൾ എയും എ കോംപ്ലിമെൻറ്റും ജോയിൻ ചെയ്താൽ കിട്ടുന്നത് എന്താണ്? നമ്മുടെ യു. അപ്പോൾ എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു. ഇനി എയിലുള്ള ഒന്നും തന്നെ എവിടെ ഉണ്ടാവില്ല, ഒരു എലമെൻ്റ് പോലും എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നൾ സെറ്റ്. സോ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. നമ്മളിപ്പം വെരിഫൈ ചെയ്ത രണ്ട് റിസൾട്ടാണിത്. ഈ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. അപ്പോൾ വെരിഫൈ ഡി മോർഗൻസ് ലോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ വെരിഫിക്കേഷൻ പഠിക്കണം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ തന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. സെക്കൻഡ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഈ രണ്ട് റിസൾട്ടും പഠിച്ചു വെക്കണം കേട്ടോ, എല്ലാം പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ഫോർത്ത് വൺ, എ കോംപ്ലിമെൻ്റ് ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എ. നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ. ഫൈ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു യു. അപ്പം നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതിലുള്ള എലമെൻറ്റ്സ് ആണ് വരിക? യുവിലുള്ള എലമെൻറ്റ്സ്. ഏതിലുള്ള എലമെൻറ്റ്സ് വരില്ല? നൾ സെറ്റിലുള്ള എലമെൻറ്റ്സ് വരില്ല. നൾ സെറ്റിൽ എലമെൻ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പം നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പം എങ്ങനെ വരണം? സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ യു ബട്ട് നോട്ട് ഇൻ യു. അങ്ങനെ ഒരു എലമെൻ്റ് പോലും ഉണ്ടാവില്ല. സോ ദ ആൻസർ ഈസ് നൾ സെറ്റ്. ഇനി fill in the blanks to make each of the following a true statement. ഇനി നമുക്ക് നോക്കാം. നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ. നമുക്കറിയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് യു ആണ്. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? യു ഇൻ്റർസെക്ഷൻ എക്ക് ഈക്വൽ ആണ് ഇത്, ദാറ്റ് ഈസ് എ. സെക്കൻഡ് വൺ, യു കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. യു കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ അവിടെ എലമെൻറ്റ്സ് ഒന്നും തന്നെ കാണില്ല. സോ ദ ആൻസർ ഈസ് നൾ സെറ്റ്. അടുത്തത് നമ്മൾ മുന്നേ പഠിച്ച റിസൾട്ടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എവ്രി എലമെൻറ്റ് ഓഫ് എ ഈസ് ഇൻ ബി. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ഏത് കിട്ടും? ബി. ഓക്കെ, സെക്കൻഡ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി. ഏത് കേസിൽ? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി വരുന്ന കേസിൽ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ഇവിടെ കാണും ബി. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതായിരിക്കും? എ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇഫ് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ്, then n of a union b is equal to n of a plus n of b minus n of a intersection b. ഇതിൻ്റെ പ്രൂഫൊന്നും പഠിക്കണമെന്നില്ല, പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിലുള്ള എലമെൻസിൻ്റെ എണ്ണം. അതാണ് എൻ ഓഫ് എ യൂണിയൻ ബി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എ യൂണിയൻ ബി. നോക്കൂ, ഇവിടെ ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി. എയിലും ബിയിലും വരുന്ന എല്ലാ എലമെൻറ്റ്സും. അപ്പോൾ
അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് എല്ലാം കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പിന്നെ ബാക്കി ഏത് മാത്രമേ വരുന്നുള്ളൂ? ഈ ഷെയ്ഡഡ് റീജിയൻ്റെ എലമെൻറ്റ്സ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. അതേതാണ് പോർഷൻ വരുന്നത്? ബി മൈനസ് എ. സോ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് സെയിം ആസ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ. ഇനി ഒന്നുകൂടെ ഞാൻ ഇവിടെ നോക്കുകയാണ്, എൻ ഓഫ് ബി മൈനസ് എ. ഈ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് പോർഷനാണ്. അപ്പം നമുക്കറിയാം ബിയിലുള്ള എലമെൻസിൽ നിന്ന് ഏത് മൈനസ് ചെയ്താലും മതി? ഈ പോർഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന റീജിയനാണ്. അതാണ് നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എൻ ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സെയിം ആസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വേണ്ട ഇക്വേഷനായി. ഇക്വേഷൻ പഠിക്കണം. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എയും ബിയും ഡിസ്ജോയിൻ സെറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡിസ്ജോയിൻ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും എന്തുണ്ടാവില്ല? കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. അപ്പോൾ നൾ സെറ്റ് ആണെങ്കിൽ ഇവിടെ എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താവും? 0. അപ്പോൾ ആ കേസിൽ എൻ ഓഫ് എ യൂണിയൻ ബി എന്താവും? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എ ഈസ് ഈക്വൽ ടു സെറ്റ് 3, 5, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 4, 5, 6. അപ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എ യൂണിയൻ ബിയും വേണം, എ ഇൻ്റർസെക്ഷൻ ബിയും വേണം. അതുകൊണ്ട് ഞാൻ അത് രണ്ടും എഴുതി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും വരുന്ന എല്ലാ എലമെൻറ്റ്സും വരും. ദാറ്റ് ഈസ് 3, 4, 5, 6. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻ്റാണ്, അത് 5 ആണ്. ഇനി നമുക്ക് എൻ ഓഫ് എ നോക്കാം. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 എലമെൻറ്റ്സ് ആണുള്ളത്. എൻ ഓഫ് ബി 3 എലമെൻറ്റ്സ്. എൻ ഓഫ് എ യൂണിയൻ ബി 4 എലമെൻറ്റ്സ്. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 1. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലുള്ള റൈറ്റ് സൈഡ് നോക്കാം. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാം. അപ്പോൾ വരിക 2 + 3 - 1 ആണ്, ദാറ്റ് ഈസ് 4. അപ്പോൾ ഈ 4 ഏതിന് ഈക്വലാണ്? എൻ ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് സെയിം ആസ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3. നോക്കൂ, എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് പോലും ഇല്ല. അപ്പോൾ ഈ കേസ് ഏതാണ്? ഡിസ്ജോയിൻ സെറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി എന്താണ് വരിക? 1, 2, 3, 4, 6. എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, എൻ ഓഫ് എ എത്രയാണ്? 3, എൻ ഓഫ് ബി 2. ഇനി എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്താണ് ഇവിടെ വരുന്നത്? 3 + 2, 5. എൻ ഓഫ് എ യൂണിയൻ ബി എന്താണ്? 5. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? 0. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇനി മറ്റൊരു റിസൾട്ടാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. പക്ഷേ നിങ്ങൾ പ്രൂഫ് പഠിക്കേണ്ട. പ്രൂഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെന്ന് മാത്രം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ നമ്മൾ യൂണിയൻ ഓഫ് 2 സെറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാൻ പഠിച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ, ഞാനിവിടെ ബി യൂണിയൻ സിക്ക് ഒരു പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതെന്തായി? എൻ ഓഫ് എ യൂണിയൻ പി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ഓൾറെഡി പഠിച്ചതാണല്ലോ, അപ്ലൈ ചെയ്യാം. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ പി. ഇനി ഞാൻ പിക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, ബി യൂണിയൻ സി, ഇവിടെ 2 ദിക്കിലും. ഓക്കെ. ഇനി ഇവിടെ വരിക എൻ ഓഫ് എ പ്ലസ്, വീണ്ടും ഇത് നമുക്കിപ്പോഴും അറിയാം, എൻ ഓഫ് ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി, ദെൻ മൈനസ് ഇവിടെ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി മുന്നേ പഠിച്ചിട്ടുണ്ട്, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഞാനിവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കുക നിങ്ങൾ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വരുന്നത് വീണ്ടും യൂണിയൻ ഓഫ് 2 സെറ്റ്സ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എ ഇൻ്റർസെക്ഷൻ ബിക്ക് ഒരു പിയും എ ഇൻ്റർസെക്ഷൻ സിക്ക് ക്യൂവും കൊടുക്കാം. അപ്പോൾ ഇത് ഏത് ഫോമിലേക്ക് വരും? എൻ ഓഫ് പി യൂണിയൻ ക്യൂ. എൻ ഓഫ് പി യൂണിയൻ ക്യൂ എന്താവും? എൻ ഓഫ് പി
പ്ലസ് എൻ ഓഫ് ക്യൂ മൈനസ് എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ. അപ്പോൾ എന്താ കിട്ടുക? എൻ ഓഫ് പി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ല, ജസ്റ്റ് ആ രീതിയിലാണ് ഇത് വരുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. മൈനസ് ഔട്ട് സൈഡിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടാം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതും എന്താവും? മൈനസ് ആവും. മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഇവിടെ മൈനസ് ഓഫ് മൈനസ് വന്നിട്ട് പ്ലസ് ആവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കംപ്ലീറ്റ് ഇൻ്റർസെക്ഷൻ മാത്രമാണ്. ഇപ്പം എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി ആണ്. നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ എ എന്താണ്? എ തന്നെ. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ സിമ്പിളാക്കി എഴുതാം, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, അപ്പോൾ എല്ലാ ഇക്വേഷൻസും നന്നായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം.